ഇനി ഈ കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ FIR-ൽ പറയുന്നതാണ് പ്രധാനം. ആള് കൂടാൻ വേണ്ടിയിട്ട് വിജയ് മനഃപൂർവ്വം ഈ പരിപാടി വൈകിപ്പിച്ചു. അങ്ങനെ വിജയ് വൈകി വന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് FIR-ൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. തിക്കും തിരക്കും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പൊക്കെ TVK നേതാക്കൾക്ക് മുൻപേ നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയുമായി സംബന്ധിച്ച്. പക്ഷേ ഈ നേതാക്കളൊക്കെ തന്നെയും ഇത് അവഗണിച്ചു എന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരൂരിലേക്ക് പോകാൻ വേണ്ടി വിജയ് അനുമതി തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം അനുമതി ലഭിച്ചില്ല. വീണ്ടും ഹൈക്കോടതി സമീപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ള വിജയുടെ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് FIR-ൽ ഉള്ളത്. അതായത് ഈ തിക്കും തിരക്കും ഉണ്ടാവാൻ ഏറ്റവും പ്രധാന കാരണം വിജയ്യാണ്. അതായത് വിജയ് പറഞ്ഞ സമയത്ത് എത്തിയില്ല, മനഃപൂർവ്വം ഈ ദുരന്ത സ്ഥലം അല്ലെങ്കിൽ ഈ പര്യടനത്തിന് വരുന്നത് വൈകിപ്പിച്ചു. കൂടുതൽ ആളുകൾ ഇവിടെ കൂടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വൈകിപ്പിച്ചത്. ഇതുകൂടാതെ ഈ ആളുകൾക്ക് വേണ്ട വൈദ്യസഹായമോ അടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഒരുക്കിയില്ല. പ്രവർത്തകരെല്ലാം തന്നെ ഈ മരക്കൊമ്പുകളിലും അതുപോലെ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ കയറിയിരുന്നു. ഈ മരക്കൊമ്പൊക്കെ ഒടിഞ്ഞ് താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിലേക്കാണ് വീണത്. ഇതെല്ലാം സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി എന്നും FIR-ൽ പരാമർശമുണ്ട്. TVK നേതാക്കളായിട്ടുള്ള ആനന്ദ് അതുപോലെ തന്നെ നിർമ്മൽ കുമാർ തുടങ്ങിയവർക്ക് എതിരെയാണ് കേസെടുത്തത്. ഇവരോടൊക്കെ ഈ സ്ഥിതികളെല്ലാം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും FIR-ൽ പറയുന്നുണ്ട്. നിലവിൽ വിജയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ അതിലുണ്ട്. പക്ഷേ വിജയ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ കേസെടുത്തിട്ടില്ല. അതിൻ്റെ നടപടികൾ ഇനി എന്താകുമെന്നാണ് ഇനി അറിയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരൂരിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വിജയ് കോടതിയെ സമീപിച്ചിരുന്നു. ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന ഈ ദുരന്തത്തിന് പിന്നിലുണ്ട് എന്നുള്ളതായിരുന്നു TVK-യുടെ ആരോപണം. ഈ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം ഒരു ASPയുടെ നേതൃത്വത്തിൽ, ASP പ്രേമാനന്ദന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ TVK നേതാവായിട്ടുള്ള ആനന്ദിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ വിജയുടെ ഭാവി എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 35 മണിക്കൂറിന് ശേഷം വീട്ടിൽ നിന്ന് വിജയ് പുറത്തേക്ക് പോയിരുന്നു. പക്ഷേ പട്ടണവാക്കത്തുള്ള മറ്റൊരു വീട്ടിലേക്കാണ് വിജയ് പോയത്. വിജയുടെ അടുത്ത നടപടികൾ ഇനി കോടതി എന്ത് നിലപാടെടുക്കും എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ഉണ്ടാകുക.